Hi friends, welcome to my channel V3 Fashion. അപ്പോൾ എല്ലാവർക്കും ആദ്യമായിട്ട് എൻ്റെ അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം വിഷ് ചെയ്യാണ്. കൊറോണ ആയത് കാരണം ഈ വർഷം കൊറോണ ആയത് കാരണം നമുക്ക് മലയാളീസിന് അങ്ങനെ പ്രത്യേകിച്ചുള്ള ഓണാഘോഷങ്ങളൊന്നുമില്ല. എങ്കിലും നമ്മുടെ കുട്ടീസിനൊക്കെ വീട്ടിലിരുന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് എങ്ങനെ മനോഹരമായിട്ടൊരു പട്ടുപാവാട സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഇന്നത്തെ ഈ പട്ടുപാവാടയുടെ മേക്കിംഗ് വീഡിയോ കാണുന്നവരുടെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണേണ്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ പീസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 13 ഇഞ്ചിൽ കട്ട് ചെയ്തിട്ടുണ്ട്. 14 ഇഞ്ചാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത്. അപ്പോൾ 1 ഇഞ്ച് ഞാൻ ലെസ് ചെയ്തിട്ടാണ് ലെങ്ത്ത് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഫ്ലെയർ എന്തോരം വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് നീളത്തിൽ ഈ പീസ് എടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇതേമാതിരി 1.5 ഇഞ്ച് വീതിയിൽ ഞാനൊരു റെഡ് പീസ് നമ്മുടെ ബ്ലൗസിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബോർഡർ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 3/4 ഇഞ്ചിൻ്റെ ബോർഡറാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് 1.5 ഇഞ്ച് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ പട്ട പീസാണ് സ്കേർട്ടിൻ്റെ. 1.5 ഇഞ്ചാണ് പട്ട പീസ് റെഡിയായി വരുമ്പോൾ വരേണ്ടത്. ഇനി ഞാനിത് എവിടെ നമ്മുടെ ബ്ലൗസ് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിക്ക് മുമ്പ് യോക്ക് പീസ് ഫ്രോക്കിൻ്റെ യോക്ക് പീസ് ചെയ്ത അതേ മെത്തേഡിലാണ്. 10 ഇഞ്ചാണ് ബ്ലൗസിൻ്റെ ഇറക്കം. ഞാൻ 11 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഹാഫ് ഷോൾഡർ 4 ഇഞ്ച്, കൈക്കുഴിയുടെ ഇറക്കം 4 ഇഞ്ച്. ആ 4 ഇഞ്ചിൽ ഞാൻ ഇതേമാതിരി നമ്മുടെ ആം ഹോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ വണ്ണം എന്ന് പറയുന്നത് 18 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 1/4 4.5 + 1.5 6. അതേ മെഷർമെൻറ്റിന് താഴേലും 6 ഇഞ്ച് എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കട്ട് ചെയ്ത ഭാഗമാണ്. നമ്മുടെ നെക്ക് വിത്ത് എന്ന് പറയുന്നത് കുഞ്ഞിക്കുട്ടിയാണ്. അപ്പോൾ 1.5 ഇഞ്ച് കഴുത്തകലം 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യോക്ക് പീസ് ബ്ലൗസ് പീസ് കോട്ടൺ സിൽക്ക് ഇതുപോലെ തന്നെ ഞാൻ അത് വെച്ച് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്ക് കട്ട് ചെയ്യുക. അതിനായി 1.5 ഇഞ്ച് അകലം 2 ഇഞ്ച് കഴുത്തിറക്കത്തിൽ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതേ 1.5 താഴ്ഭാഗത്ത് കൊടുത്തിട്ട് സ്ക്വയർ വരക്കുക. ഇനി നമുക്കിതിൽ നെക്ക് കട്ട് ചെയ്യാം. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ കഴുത്ത് അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ്ങിൽ നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് നെക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഇത് ഫ്രണ്ട് പീസാണ്. നമ്മൾ അത് ചെയ്തതുപോലെ തന്നെ 2 ഇഞ്ച് കഴുത്തകലത്തിന് 2.5 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ച് വീതി കഴുത്തകലം മാർക്ക് ചെയ്ത് സ്ക്വയർ വരച്ച് നമുക്ക് ആവശ്യമുള്ള നെക്ക് ഇതിൽ വെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്ക് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സ്കേർട്ടാണ്. അതിനായിട്ട് ഇതേമാതിരി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് 4 ഇഞ്ച് വീതിയിൽ മടക്കി പട്ടയുടെ മേളിലായിട്ട് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വൺ സൈഡ് ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മറുഭാഗവും ഇതുപോലെ അപ്പുറത്തെ സൈഡും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ബീഡിങ് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. എല്ലാം ഒരേ ലെവലിലായിരിക്കണം ഇടേണ്ടത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരേ ലെവലിൽ പ്ലീറ്റ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അയൺ ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഞാൻ അയണൊക്കെ ചെയ്ത് നമ്മുടെ പ്ലീറ്റ്സൊക്കെ കറക്റ്റ് ലെവലിലാക്കി ഇട്ടിട്ടുണ്ട്. ഇതേമാതിരി ഞാൻ ഒരു 1/2 ഇഞ്ച് അപ്പുറം ഭാഗം 2 സൈഡും വിടുന്നുണ്ട്. പിന്നെ ഞാൻ 17 ഇഞ്ചാണ് എടുക്കുന്നത്. നമ്മുടെ 15 ഇഞ്ചാണ് അരവണ്ണം വരുന്നത്. 2 ഇഞ്ച് എക്സ്ട്രാ ഞാൻ ഇടുന്നുണ്ട് ലൂസിന് വേണ്ടിയിട്ട്. ഇനി ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതേമാതിരി 2 സൈഡും 1/2 ഇഞ്ച് വീതം മടക്കി തയ്ക്കുക. ഒരു 1.5 ഇഞ്ച് നീളത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട്. അതുപോലെ ഈ സൈഡും. ഇനി നമുക്ക് നമ്മുടെ പട്ട പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് താഴ്ഭാഗത്ത് വെച്ചിട്ട് ഏകദേശം ഒരു 1 ഇഞ്ചോളം ക്ലോത്ത് ഇതേമാതിരി എക്സ്ട്രാ നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ വന്ന് നിൽക്കുന്ന പോർഷൻ ഇതേപോലെ ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക ആദ്യം. എന്നിട്ട് നമ്മുടെ ഈ എൻഡ് ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പട്ട അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനി നമുക്ക് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് 3 സൈഡും അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെ ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉക്സോൾ വെക്കാനായിട്ട്, നമ്മുടെ ഹാങ്ങിങ് ഇത് ഉക്സോൾ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഇനി നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇതുപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഒരു രീതിയിൽ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഈ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്യുക ഉള്ളിലോട്ട്. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ഈ പട്ടൻ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 2 സൈഡും കൂടി ജോയിൻ ചെയ്യുക. അതിനായിട്ട് ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പട്ടുപാവാട റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ കുഞ്ഞാവൊക്കെ വേണ്ടി 1 വയസ്സുള്ള കുട്ടിയുടെ മെഷർമെൻറ്റിനാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബ്ലൗസ് റെഡിയാക്കാം. അതിനായിട്ട് ഇതുപോലെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ നല്ല മെറ്റീരിയലിൽ വെച്ചിട്ട് നമുക്ക് നെക്കും കൈയും അടിച്ചു കൊടുക്കാം. ഞാൻ ഇതിക്ക് മുമ്പത്തെ വീഡിയോയിൽ ഫ്രോക്കിൻ്റെ യോക്ക് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ഇതിന് മുമ്പത്തെ വീഡിയോ പോയിട്ട് യോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി. സെയിം മെത്തേഡിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതേ നമ്മൾ കൈയും കഴുത്തും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കഴുത്തൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, സൈഡിൽ നിന്ന് വേസ്റ്റ് വരുന്ന പീസസ്. ഇനി നമുക്കിത് മറിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പതിച്ചടിച്ച് കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ നെക്കും കൈക്കുഴിയൊക്കെ ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഈ മെത്തേഡിൽ നമുക്ക് നമ്മുടെ ബാക്ക് പീസും ചെയ്യാം. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ലൈനിങ് നമുക്ക് ഈ യോക്കുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ആദ്യം. ഇതുപോലെ ഇനി നമുക്കിത് കട്ട് ചെയ്ത് കളയാം. അതിനായിട്ട് ഇതുപോലെ ഇട്ടിട്ട് സൈഡിൽ എക്സ്ട്രാ വന്നിരിക്കുന്ന പോർഷൻ, നമ്മുടെ ലൈനിങ് കഴിഞ്ഞ് നിൽക്കുന്ന പോർഷൻ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മുടെ ബാക്ക് പീസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാക്ക് പോർഷൻ ഞാൻ ഇതുപോലെ നെക്കും കൈക്കുഴിയും അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് ഞാൻ സൈഡിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മറിച്ചെടുക്കാൻ. അതിന് മുമ്പായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണം. അതിനായിട്ട് നമ്മുടെ ഈ നല്ല 2 ഭാഗങ്ങളും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇട്ടിട്ട് നമുക്ക് ഷോൾഡർ ഇതുപോലെ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കാം. ഇതേമാതിരി സേഫ്റ്റി പിന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് മേളിലോട്ട് കയറ്റിയെടുക്കാൻ സാധിക്കും. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ നമ്മൾ 2 ഷോൾഡറും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് മറിച്ചെടുക്കാം. ഇപ്പോൾ ഇങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ മറിച്ചെടുക്കുമ്പോൾ ഇതുപോലെ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ കഴുത്ത് പതിച്ചടിക്കാം. അപ്പോൾ നമ്മുടെ നെക്കും കൈക്കുഴിയൊക്കെ നമ്മൾ ഫിനിഷിങ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ക്ലോത്ത് 2ആയിട്ട് ഫോൾഡ് ചെയ്തിടുക. ഇനി നമുക്ക് നമ്മുടെ മെഷർമെൻറ്റ്, നമ്മുടെ അളവ് മാർക്ക് ചെയ്യാം. ഞാൻ ഇപ്പോൾ 4.5 ഇഞ്ച് വീതം താഴെയിലും മേളിലും മാർക്ക് ചെയ്യാണ്. 18 ഇഞ്ചാണ് വണ്ണം. സോ അതുകൊണ്ട് ഞാൻ 4.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ 2 മാർക്കിങ് കൂടി നമുക്ക് ജോയിൻ ചെയ്യാം. കുഞ്ഞു കുട്ടിയാണ്, അപ്പോൾ ഷേപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എല്ലാം സെയിം മെഷർമെൻ്റ് ആയിരിക്കും. ഇനി നമുക്കിതുപോലെ ഫോൾഡ് ചെയ്തിട്ട് മാർക്ക് 2 സൈഡിലും ചെയ്യാവുന്ന രീതിയിൽ ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക് പീസ്
നമ്മുടെ ബാക്ക് പീസ് ഇതുപോലെ രണ്ടായിട്ട് ഒന്നുകൂടെ ഫോൾഡ് ചെയ്യാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിൽ ഉക്സാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ഉക്സ് ഹോൾ വെച്ച് കൊടുക്കാനായിട്ട് ഇതേമാതിരി ഓപ്പൺ ചെയ്യാം. കഴുത്ത് ആദ്യം നല്ല രീതിയിൽ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴുത്ത് ഇട്ട് കഴിഞ്ഞിട്ട് ഇതേമാതിരി ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിരിക്കും ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉക്സ് വെക്കുന്ന പോർഷനിൽ ഇതുപോലെ 1 ഇഞ്ചിൻ്റെ ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഇതേമാതിരി രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ട് വിരൽ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ നെക്ക് ഓൾറെഡി ഫിനിഷ് ചെയ്തേക്കണം. അപ്പോൾ ഈ മേളിൽ എക്സ്ട്രാ നിൽക്കുന്ന പോർഷൻ ഇതുപോലെ ഉള്ളിലോട്ട് മടക്കിയിട്ട് വേണം ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഉക്സ് ഹോൾ വെക്കുന്ന പോർഷനാണ്. അതിനായിട്ട് ഇതുപോലെ ഞാൻ ഇത്തിരി കൂടി വീതിയുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ താഴ്ഭാഗത്ത്, നല്ല ഭാഗത്തല്ല താഴ്ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത പോലെ തന്നെ ഈ എക്സ്ട്രാ പീസ് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഈ പീസ് ടോട്ടലായിട്ട് മറിക്കാതെ ഇതുപോലെ മറിച്ചെടുക്കുക. മൊത്തത്തിൽ മുറിച്ച് ഫ്രണ്ടിലോട്ട് എടുക്കരുത്, ഇതുപോലെ മറിച്ചെടുക്കുക പകുതി. അപ്പോൾ നമ്മുടെ ഉക്സോളും വെക്കാനുള്ള പീസ് ഞാൻ ഇതേമാതിരി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ താഴ്ഭാഗം മടക്കി തയ്ക്കാം. അതിനായിട്ട് ഇതുപോലെ ഞാൻ ഒരു 1 ഇഞ്ചിൻ്റെ പീസ് എടുത്തിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് വെച്ചിട്ട് 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇനി നമുക്കിതുപോലെ ഇത് ഫുള്ളായിട്ട് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ബാക്ക് സൈഡും ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാക്കും ഫ്രണ്ടും ഇതുപോലെ ഒരു പീസ് വെച്ചിട്ട് ഞാൻ താഴെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മാർക്കിങ്ങിലൂടെ 2 സൈഡും ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഇതേപോലെ ബീഡ് ലേസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലീവ്ലെസ് ആണ്. അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് സൈഡ് ബോട്ടം സൈഡും നെക്കും സ്ലീവും വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ബീഡ്സ് ഇതുപോലെ കയ്യിലും കഴുത്തിലും താഴ്ഭാഗത്തും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മാർക്കിങ്ങിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സൈഡ്. അപ്പോൾ ഇതേമാതിരി ഞാൻ ബീഡ്സ് ഒക്കെ വെച്ച് നമ്മൾ മാർക്കിങ്ങിലൂടെ 2 സൈഡും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലൗസ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ബ്ലൗസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ വർക്ക് ചെയ്യുന്നെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇത് ഫുൾ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതേമാതിരി നമ്മുടെ പട്ടയുടെ പീസ് എടുത്ത് ഇതേമാതിരി ഒരു ചെറിയ ബോ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു റെഡ് കളർ ചെയ്ത ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റോൺ അതിന് ചുറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്കേർട്ടിലാണെങ്കിൽ ശരി ഇതേമാതിരി ഒരു ഹാങ്കിങ് നമ്മുടെ 2 കളർ കോമ്പിനേഷനിലായിട്ട് ഇതേമാതിരി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നും നന്നായി മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ ഓണം പ്രമാണിച്ച് നമ്മുടെ കുട്ടീസിനൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പട്ടുപാവാട ബ്ലൗസാണ്. അപ്പോൾ ഇതെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അപ്പോൾ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിനായിട്ടും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക്